ഇത് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ. അവരുടെ ആദ്യ സിനിമ തുടക്കം ഈ മറ്റന്നാൾ വെള്ളിയാഴ്ച റിലീസാവാൻ ഇരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് ഈ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടെങ്കിലും അവർക്കെതിരെ വലിയൊരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം അവർ ഈ ഡൽഹിയിൽ നമ്മുടെ ഈ കോക്രോച്ച് പാർട്ടിക്ക് ജൻസി പിള്ളേർ ഒരു സമരം നടത്തിയില്ലേ, വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമരത്തിന് ഈ പെൺകുട്ടി പിന്തുണച്ചു. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ കലാരംഗത്തൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ തുറന്ന അഭിപ്രായമൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ വലിയ പുലിവാലാവൂലോ. എന്തായാലും എന്ത് വരും നോക്കാം. എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? താനാ വാടക വീട്ടിലല്ലേ താമസം? ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. മിയ. നൈസ് ന്യൂസ്. മീനുമോൾ അവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. ചേട്ടാ, കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവോ? ഒളിച്ചോടാനൊന്നും പ്ലാൻ ഇല്ലല്ലോ? ഇനി ഈ വാടകക്കാരായാലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. അന്നത്തെ ആ സംഭവം അച്ഛൻ ഇനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. അത്ര ഷോ ഇറങ്ങണമല്ലോ ജോബിത്രേ. താനും മോള് മാത്രല്ലേ ഉള്ളൂ വീട്ടില്. വാസ്തവത്തിൽ ജന്തർ മന്ദിറിൽ നമ്മുടെ കോക്രോച്ച് പാർട്ടി അല്ലെങ്കിൽ CJP അതല്ലെങ്കിൽ ജൻസി പിള്ളേർ അതല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ അവർ ഈ സമരം തുടങ്ങി, സത്യാഗ്രഹം തുടങ്ങി. മുഖ്യമായിട്ട് അവർക്ക് ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നായിരുന്നു. അത് പ്രത്യേകിച്ച് മോദി സർക്കാരിലെ പ്രബലനായിട്ടുള്ള ഒരു നേതാവാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ കേന്ദ്ര തലത്തിൽ നടത്തിയിട്ടുള്ള വിവിധ പരീക്ഷകളിലൊക്കെ ചോദ്യപേപ്പറൊക്കെ ചോർന്നിട്ട് അത് പലവട്ടം ചോർന്നതിൻ്റെ പേരിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ പരീക്ഷ ഒന്നും എഴുതാൻ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും ഇതിൻ്റെ പിന്നാലെ ഒന്നും പോയിട്ടില്ല. ആ പിള്ളേർ മാത്രമായിരുന്നു സമരരംഗത്ത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർക്കെതിരെ ഒരു വലിയ ലാത്തി ചാർജ്, അതുപോലെ ഈ പെല്ലറ്റ് ഗണ്ണ് പ്രയോഗം, ചില സ്റ്റേറ്റിൽ അത് AK-47 വരയ്ക്ക് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതോടുകൂടിയിട്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ അതിൻ്റെ പിറകെ കൂടി വിദ്യാർത്ഥികൾക്ക് പിന്തുണ കൊടുത്തു. ഇന്നും ഇപ്പോൾ പാർലമെൻറ്റിൽ ഈ വിഷയമൊന്നും അവസാനിച്ചിട്ടില്ല, അതൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം ഈ ഇന്ത്യ രാജ്യത്ത് നിരവധി ആളുകൾ, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകൾ, ഈ കലാകാരന്മാരൊക്കെ, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള കലാകാരന്മാരൊക്കെ, എഴുത്തുകാർ, സംഗീതക്കാർ, അവരൊക്കെ രംഗത്ത് വന്നു. നമ്മുടെ മലയാള സിനിമയിലെയും കുറേ ആളുകൾ ഇതുപോലെ ഈ ഇവരൊക്കെ പിന്തുണ കൊടുത്തിട്ട് വരികയുണ്ടായി. അങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ മോഹൻലാലിൻ്റെ മകൾ, ഈ വിസ്മയ മോഹൻലാൽ. മോഹൻലാൽ എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ വിസ്മയ മോഹൻലാൽ വന്നതോട് കൂടിയിട്ട് അവർക്കെതിരെ വലിയ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്താൽ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ പ്രായം, അവരുടെ തടി, അവരുടെ നടത്തം, അവരുടെ ചിരി, ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടുള്ള ഇഷ്ടം പോലെ കമൻറ്റുകൾ, പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ തുടക്കം എന്നുള്ള അവരുടെ ആദ്യത്തെ സിനിമ റിലീസാവാൻ പോണത്. അപ്പോൾ ആ റിലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ വീഡിയോകളൊക്കെ, ഇപ്പോൾ മോഹൻലാലായിട്ടുള്ള ഇൻ്റർവ്യൂ, അവർക്ക് അയാളുടെ മകളുടെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അത് സ്വാഭാവികമായിട്ടൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ അച്ഛൻ, അമ്മ, മകന്, അതുപോലെ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞതിൻ്റെ നിർമ്മാതാവ്, ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകൻ, ഇവരൊക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ള നിരവധി വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് എതിരെയുള്ള വീഡിയോകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 റൗണ്ടിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ എതിർപ്പ് വീഡിയോകളാണ് മുന്നിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സിനിമ വിജയിക്കുമോ ഇല്ല എന്നുള്ളതാണ് ഇനി ജനങ്ങൾ നോക്കുന്നത്. I don't know how much I can tell, but my character Meenu, it's me. It's her dad, and her dog Messi. This character I found, she's inspiring. She's resilient. She's pretty bold. She's pretty cool. I would like to be more like her, I can say. You guys come see it and then decide for yourselves, like I don't have a specific word for it.